ഹായ്, ഇന്ന് സൺഡേ. അപ്പോ വീട്ടിൽ പോസ്റ്റ് അടിച്ചിരുന്നപ്പോ എനിക്കൊരു കോൾ വന്നു. ജ്യോതിയായിരുന്നു കേട്ടോ. എവിടെയാണ്, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയാലോ? ഞാൻ നോക്കി വൈ നോട്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആളെന്റെ വീടിന്റെ ഫ്രണ്ടില്. അപ്പോ നമ്മള് എങ്ങോട്ടാ പോകുന്നേ? ശരിക്കും എവിടെയെങ്കിലും പോവാം. എവിടെയെങ്കിലും പോവാം. റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ? അതെ. അപ്പൊ കേറിക്കോ. ഓക്കെ. ഏത് വഴി പോകണം? ഇതുവഴി പോകണോ അത് വഴി? ഈ വഴി. ഈ വഴി ഇടതുവശത്തില്ലാതാണ്. അങ്ങനെ ജ്യോതി പറഞ്ഞതുപോലെ ഇടതേക്ക് തിരിഞ്ഞ് നമ്മളിതാ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ. മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതേ മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരെ കൊളത്തൂപ്പുഴ റോഡിലേക്കാണ് പോയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതുവഴി പോകുമ്പോൾ ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഭയങ്കര കാമാവാറുണ്ട്. യെസ്, അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അടുത്ത് കണ്ട ഒരു സ്ഥലത്ത് അങ്ങ് നിർത്തിയിട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. നമുക്ക് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കണ്ടപ്പോഴേ അവിടെ വണ്ടി നിർത്തി. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ എത്തിയേക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ കൊളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഉള്ളിലേക്ക് കയറാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ആ മ്യൂസിയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ വ്യൂ ആണ് ആ വാളിൽ കാണാൻ പറ്റുക. അത് കഴിഞ്ഞ് നല്ല എന്താ പറയുക, മെറ്റൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഇതാ ഒരു ആനേനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ 25 രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക്. നമ്മൾ അഡൾട്ട്സിനാണെങ്കിൽ 100 രൂപ, 50 രൂപയാണ് ഒരാൾക്ക് കേട്ടോ. ഇൻഫർമേഷൻ ആൻഡ് ടിംബർ മ്യൂസിയം കണ്ടിട്ട് വരാം, വായോ. ടിംബർ ഗാലറീസ്. അപ്പോൾ നമുക്ക് എന്താണ് ഉള്ളിലൊന്ന് കണ്ടുപോയിട്ട് വരാം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തടീൻ്റെ സംബന്ധമായിട്ടുള്ള എല്ലാ മരങ്ങളുടെയും എന്താ പറയുക ടിംബർ. അപ്പം അതിനെ പറ്റിയിട്ടുള്ളൊരു ഒരു ഏരിയ ആണിത്. അതാണ് ടിംബർ ഗാലറി. അപ്പോൾ കൊള്ളാം. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഹാർട്ട് ഷേപ്പിലൊക്കെ ഒരു എന്താ പറയുക ഒരു മരത്തിൻ്റെ ഒരു പാർട്ട് ഇരിക്കും. മീൻസ് മരത്തിൻ്റെ പാർട്സ് ഒക്കെ വെച്ചിട്ടാണ് ഒരു വാൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. ഇൻസ്പെക്ഷന് വന്നാണ് നമ്മൾ വാഷ്റൂം ഒക്കെ നോക്കി. വാഷ്റൂം ഒക്കെ അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ ടിംബർ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഉള്ളിലേക്ക് കിടക്കാം കേട്ടോ. അതുവഴിയായിരുന്നു വരേണ്ടത്. ഇതുവഴിയും വേണമെങ്കിൽ വരാം. നമ്മളെപ്പോഴും വഴി തെറ്റിയല്ലേ വരാം. അപ്പൊ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞു. ഓൾറെഡി ഗേറ്റ് വഴി അല്ലാണ്ട്. മഹാഗണി എന്റെ വീട്ടിൽ 100 എണ്ണം ഉണ്ട്. 100 മഹാഗണിയുള്ള വീടിന്റെ ഉടമയാണോ ഇത്? എനിക്ക് വയ്യ. മഹാഗണിയുടെ ആ നെയിം വായിച്ചേ. സ്വിറ്റേനിയ മഹാഗണി. ഓ മൈ ഗോഡ്, നീ ചെറിയ കേസല്ല കേട്ടോ, നീ ரொம்ப പെരിയ ആളുവാ. ആണോ? അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും ഇങ്ങനൊരു ബോർഡ് കാണും. ഒരു കയ്യില് മ്യൂസിയം എഴുതി വെച്ചേക്കുന്നു. അപ്പൊ നമുക്ക് ആ കൈ എങ്ങോട്ടാണോ ചൂണ്ടിയേക്കുന്നത് അതുപോലെ പോവാം. എനിക്ക് തോന്നി. എക്സ്പെക്റ്റഡ്. ചക്ക ഉണ്ടല്ലോ. അടുത്തിട്ടാണ്. സോ നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്കും കാണും ഒരു ബിൽഡിംഗ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡോറൊക്കെ ഉണ്ട്. ഡോറിൻ്റെ മുകളിൽ നോക്കിയപ്പോഴത്തേക്കും കേരള എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാണ്. കയറിയപ്പോഴത്തേക്കും മനസ്സിലായി കേരളത്തിനെ പറ്റിയുള്ള മുഴുവൻ ഒരു ഹിസ്റ്ററി തന്നെ അവിടെ ഉണ്ട്. കേരള ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവിടെ ഒരു എക്സിബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കയറി ചെല്ലുമ്പോൾ തന്നെ കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഫോറസ്റ്റ് റിസർവ്സിനെ പറ്റിയിട്ടും അതുപോലെ നമ്മുടെ ഹിസ്റ്ററിനെ പറ്റിയിട്ടൊക്കെ കുറേ അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും തന്നെ എന്താ പറയുക ഒരു തട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ എന്താ പറയുക വാൽക്കണ്ണാടിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കെന്തോ വിഷുക്കണിയെ സിഗ്നിഫൈ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ കേരളത്തിൻ്റെ എന്താ പറയുക ഐശ്വര്യമായിട്ടുള്ള ആന, നെറ്റിപ്പട്ടം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ വാള്, പരിച, ഉറുമി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കളരിപ്പയറ്റ് അറിയാമോ? അറിയില്ല, പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയും പഠിക്കാമല്ലോ. നടക്കും.
നമ്മുടെ കേരളത്തിന്റെ ട്രഡിഷൻ എന്താണ് സിഗ്നിഫൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ തെയ്യം കഥകളിയൊക്കെ അല്ലേ. അപ്പൊ അതിന്റെ ഒക്കെ ഡ്രസ്സാണ് മോഹിനിയാട്ടം. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കേരളത്തിന്റെ മാപ്പ് കാണാം. പല കളേഴ്സും അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ കളേഴ്സ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ സാഞ്ചുറി, യെല്ലോ ആണെങ്കിൽ നാഷണൽ പാർക്ക്, റെഡ് ആണെങ്കിൽ ടൈഗർ റിസർവ്, വയലറ്റ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു കാട്ടിനുള്ളിൽ കയറുന്ന പ്രതീതിയാണ് കേട്ടോ. പേരുണ്ടോ? ഇല്ല, എനിക്ക് ചെറിയ പേരുണ്ട്. ഇതൊന്നും അനങ്ങത്തില്ല. കോഴി അഞ്ജന ഇവിടെ വന്നെനിക്ക് വാ, ഇത്രയും ധൈര്യമുണ്ടോ? ആ കാണുന്നതാണ് കവള മാക്രി അഥവാ ജ്യോതി. പ്രതീക്ഷിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സാധനം കേട്ടോ. ആണല്ലേ? ഭയങ്കര പേടി. പാമ്പ്, അടിപൊളി. പാമ്പ്, ആമ, ജ്യോതി. വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നു. വീണ്ടും അഞ്ജന വീണ്ടും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മുതല. ഓക്കെ, അപ്പൊ ഇത് വാട്ടർ ബോഡീസിനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു റൂമാണ് കേട്ടോ. സംഭവം വേറെ ഒന്നല്ല, ഇതിന്റെ ഉള്ളില് എന്താണ് ഒരു വാട്ടർ ബോഡി ആക്കി എടുത്തേക്കാണ്. അതാണ് എന്തുവാണ് ഇതിടാതെ കട്ടയുണ്ടാക്കി. ഓക്കെ, തടാകത്തിനെ ഇതാക്കിയതാണ്. തടാകത്തിന്റെ ഒരു സ്കൾപ്ചർ ആണ് അത്. ശരിക്കും പറഞ്ഞാൽ ഇത് കണക്ക് വാട്ടർ ബോഡീനെ ഡിഫൈൻ ചെയ്യുന്നത്, അതായത് കടലാലാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. അത് മാനത്ത് പറക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടില്ലേ? വലകൾ. അതെ, വലകളുണ്ട്. നോക്ക്, പരുന്ത് പരുന്ത് പരുന്നുണ്ട്. അതുപോലെ നോക്കി ഇവിടെ നോക്കി വള്ളമുണ്ട്. കൊള്ളാം. നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ചൂണ്ടയല്ലേ, ആ ഒരു കമ്പിലൊരു ട്വിൻ കെട്ടിയിട്ട് അതിലെന്തോ ഇതുപോലെ അല്ലേ ചൂണ്ട തന്നെയാണല്ലേ. അതുപോലെ ഇത് സ്പിൻ ചെയ്യാൻ പറ്റും. ഇത് സ്പിൻ ചെയ്യാൻ പറ്റും കേട്ടോ. After a long maturation period of more than 20 years, the turtles are ready to breed and perform long distance breeding migration. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. നമ്മുടെ എന്താ മറൈൻ ഇതിനെ സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ കടൽ തീരത്ത് കാണുന്ന പാമ്പിനാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇത് സീഷോറും സീയും. കൊടുങ്കാടാണല്ലോ. സൂക്ഷിച്ചു നിന്നോ, മുടിക്കടയിലൊക്കെ പാമ്പ് കയറി. സ്പീക്കർ ഏകദേശം ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കയറുമ്പോഴേ ആ ഒരു ആംബിയൻസ് കിട്ടുന്നുണ്ട്. അതെ, കൊള്ളാം. എല്ലാം ഒറിജിനാലിറ്റി ഉണ്ടല്ലേ. പലതും നമുക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇവിടുത്തെ ഒരു ഡീമെറിറ്റ് എന്നുള്ള രീതിക്ക് തോന്നിയ ഒരു സംഭവം, നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഈ ഒരു ഹാളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെർത്താണ്. ഒരാൾക്ക് 50 രൂപയുള്ളൂ അല്ലേ. വന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെ ഉണ്ട് ഇവിടെ. ഇതിനെ പറ്റി നല്ല കാര്യമായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാത്തതുണ്ട്. എന്താണ് ഈ സംഭവം എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഒരാള് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി ഉണ്ടായിരുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ ഹാളിൽ നമുക്ക് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് നിൽക്കേണ്ടി വരത്തില്ല. അതെ അല്ലേ, എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്യും. അല്ല നമ്മളല്ലേ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? സുഖമാണല്ലോ അല്ലേ? പോയിട്ട് അടുത്ത ഞായറാഴ്ച
ഓക്കെ. മൂവ്മെന്റ് റിയാലിറ്റി. കണ്ടല്ലോ ഗ്രീൻ സ്ക്രീൻ. നമ്മളും ഉണ്ട്. അതെ നമ്മളുണ്ട് ഗ്രീൻ കളർ. പോയിടാ അവൻ. അടുത്ത പാർട്ടിസിപ്പന്റ്. നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് ഓൺ ദ ഫ്ലോർ. Come on. ഭയങ്കര കൊള്ളാല്ലേ? ഇതൊന്ന് റിയാലിറ്റി നമുക്ക് ഇടിക്കോ? ഇടിച്ചോ? കരയുന്നു. അതാ അടുത്ത ആള്. Chess number 5 on stage. Judges, please note. Chess number 5. നമുക്ക് ഇരിക്കാം. വാ. ദൈവമേ, നമ്മളെ പിടിച്ച് പുറത്താക്കുമെന്നാണ്. ക്യാമറ കൂടെ കാണുന്നവന്റെ ഇന്നത്തെ ദിവസം. അല്ല, മാനിന്റെ സൗണ്ട് ഇതായിരുന്നു. നിനക്കറിയായിരുന്ന? ഇത് മാൻ വിസില് വിഴുങ്ങിയ മാന. അതാണ് തലേ ചവിട്ടിയിരിക്കുന്നു. കള്ള മാനിന്റെ മോനെ. അയ്യോ, ഫോണിലൊന്നും ഇല്ലടാ. കടുവ ഓൺ ദ ഫ്ലോർ. ഉണ്ടായിരുന്നു. നടന്നിങ്ങോട്ട് വന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ചൊരു ചേച്ചി ഉണ്ടായിരുന്നു. നമുക്ക് റൂട്ട് മാപ്പ് പോലെയൊക്കെ രണ്ടുപേരുണ്ടായിരുന്നു അല്ലേ? ആൾക്കാരുണ്ട്. കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്യാൻ, ഉള്ളിലുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ഡിസ്ക്രൈബ് ഒക്കെ ചെയ്ത് തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉപയോഗമായിരുന്നു. നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര രസമായി. മേ ബി അങ്ങനെ ആളുണ്ടാവാം, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. നമുക്ക് എന്തായാലും ചോദിക്കാം അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത്രയും സ്ഥലം തണല് കിടന്നിട്ട് വന്ന് കറക്റ്റ് വെയിലത്ത് തന്നെ ഇരിക്കുന്ന നമ്മളെ നിങ്ങൾ കാണാതെ പോകരുത്. നമുക്ക് കണ്ണു തുറക്കാതെ മാറിയിരിക്കും, ഇങ്ങോട്ട് വാ. പിന്നെ നമ്മൾ നോക്കിയപ്പോ കുഞ്ഞി കുഞ്ഞി ഹട്ടുകൾ കണ്ടു കേട്ടോ. പിന്നെ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. അമ്പഴം. ഇതെന്റെ വീട്ടിലുണ്ടായത്. ശരി, ഇത് വീട്ടിലുണ്ടോ? കാട്ടുന്നോട് വരുന്നു. നിനക്ക് എല്ലാം നിന്റെ വീട്ടിലുള്ളതാണല്ലോ. വള്ളി തൂങ്ങിയല്ലേ? ഡെവലപ്ഡ് ആണെന്ന് എനിക്കറിയാം. സർപ്രൈസ്. ഹായ്. എവിടെ കാണാൻ? പുലിയുടെ അടി കൂടെ നോക്കാം. അവിടെ ഉണ്ടല്ലോ, അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. എന്താണ് സംഭവം? അങ്ങനെ അതേ കരിങ്കാളി വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ചധികം ചിരിച്ചിട്ട് നമ്മൾ നേരെ പാർക്കിലോട്ടാണ് നടക്കുന്നത് കേട്ടോ. പാർക്കിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഊഞ്ഞാലുണ്ട് കേട്ടോ. തള്ള വൈബായ നമ്മളങ്ങനെ ഊഞ്ഞാലാടാൻ തുടങ്ങി. യെസ്, എന്നിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഹട്ടുകൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്നും പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.